സമാപന വേദിയിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയ കണ്ണൂരിന് അല്പസമയത്തിനകം തന്നെ കപ്പ് സമ്മാനിക്കുമ്പോൾ ഓരോ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്യുകയാണ്. ഒന്നാം സ്ഥാനം മോഹൻലാൽ, MMHS നരിയമ്പാറ ഇടുക്കി 48 പോയിന്റ്. തൃശൂർ രണ്ടാമതും കോഴിക്കോട് മൂന്നാമതുമാണ്. രാഹുൽ സുരേഷ് ഉണ്ട് അവിടെ സമാപന വേദിയിൽ നിന്ന്. രാഹുൽ, ഇതാ മേളയ്ക്ക് കലാപൂരത്തിന് കൊടിയിറങ്ങുമ്പോൾ വലിയ ആവേശം നമ്മൾ കാണുന്നു. ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്കുമുള്ള കപ്പുകൾ വിതരണം ചെയ്യുകയാണ്. സ്വർണ്ണക്കപ്പ് ഏറ്റെടുക്കുന്നതിന് കണ്ണൂർ ടീം ഒരുങ്ങിയോ? കലാപൂരം നിമിഷങ്ങൾ വിതരണം. അർജുൻ കല്യാണും ഷഹദ് റഹ്മാനും ഉണ്ട്. വലിയ തിരക്കുണ്ട് അവിടെ. അർജുൻ, നോക്കൂ, നമുക്ക് കാണാം കുട്ടികൾ വലിയ ആവേശത്തിലാണ്. അവിടെ പ്രത്യേകിച്ച് ട്രോഫികൾ വിതരണം ചെയ്യുന്നത് മഹാനടൻ മോഹൻലാൽ തന്നെയാണ്. ഇനിയിപ്പോൾ കാത്തിരിപ്പാണ്. നമ്മൾ ഉദ്ഘാടന പ്രസംഗത്തിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ ഇതൊരു മത്സരമായിരുന്നില്ല, ഉത്സവമായിരുന്നു എന്നതാണ് അക്ഷരാർത്ഥത്തിൽ. അത്തരത്തിലൊരു ഉത്സവത്തിന് കൂടിയാണ് കൊടിയിറക്കം. ഇതാ തീർച്ചയായിട്ടും റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷ പ്രസംഗത്തിന്റെ ഭാഗമായി സൂചിപ്പിച്ചത് തൃശൂർ പൂരത്തിന് സാധാരണ രീതിയിൽ ഈ തൃശൂർ പൂരത്തിന് സമ്മാനത്തിന് തിരുവമ്പാക്കാവ്, പാറമേക്കാവ്, തിരുവമ്പാടിയും ഒക്കെ ഉപചാരം ചൊല്ലി പിരിയുന്ന ഒരു ചടങ്ങുണ്ട്. സ്വാഭാവികമായി 5 ദിവസത്തെ ദിനരാത്രങ്ങളിലുള്ള ഉത്സവത്തിന് ശേഷം ഈ തൃശൂർ നഗരം ഒരു ഉപചാരം ചൊല്ലി പിരിയുന്ന ചടങ്ങിന് കൂടിയാണ് സാക്ഷ്യം വഹിക്കുന്നത് എന്നാണ്. അത്തരത്തിൽ ഇതൊരു പൂരത്തിന്റെ ആവേശമായി തന്നെ തൃശൂരിലെ ഈ കലോത്സവം മാറുകയാണ്. ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്കൂൾ തലത്തിലുള്ള സംസ്ഥാനോത്സവത്തിലെ സ്കൂൾ തലത്തിലുള്ള ചാമ്പ്യന്മാർക്കുള്ള അവാർഡുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സ്കൂൾ തലത്തിലുള്ള വിജയികൾക്കാണ് സമ്മാനം നൽകുന്നത്. ഏറ്റവും പ്രധാനമായി ഈ കണ്ണൂർ മത്സരത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ കണ്ണൂരിനെ വിജയത്തിലേക്ക് എത്തിച്ചതിൽ ഈ പറയുന്ന 5 മേഖലകളിൽ, അതായത് അറബിക് കലോത്സവം, അതുപോലെ തന്നെ സംസ്കൃത കലോത്സവം, HSS വിഭാഗം, HSS വിഭാഗം, ഓവറോൾ, അങ്ങനെ 5 വിഭാഗങ്ങളിലായാണ് പ്രധാനമായും മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. ആ 5 വിഭാഗങ്ങളിലെയും മത്സരങ്ങളിൽ ജില്ലയ്ക്കുള്ള സമ്മാനവുമുണ്ട്. അതുപോലെ തന്നെ വിവിധ വിഭാഗങ്ങളിൽ സ്കൂൾ തലത്തിൽ സമ്മാനം വിതരണം ചെയ്യുന്നത്. അങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള സമ്മാന വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനം ഈ ഓവറോൾ ചാമ്പ്യൻഷിപ്പിന്റെ വിതരണം, അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. പ്രധാനമായും ഈ പറയുന്ന വാശിയേറിയ പോരാട്ടമായിരുന്ന ഒരു ഫോട്ടോ ഫിനിഷിൽ എന്ന തരത്തിൽ തന്നെയായിരുന്നു ഈ മത്സരങ്ങളെല്ലാം നടന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന രീതിയിൽ അവസാനം നടന്നിട്ടുള്ള വഞ്ചിപ്പാട്ട് മത്സരമായിരുന്നു. ആ വഞ്ചിപ്പാട്ട് മത്സരത്തിന്റെ വേദിയിൽ ഉൾപ്പെടെ അത്രയും അധികം ആവേശം, അതായത് കലോത്സവത്തിൽ എത്രയധികം ആവേശമുണ്ടായിരുന്നു, ആ ആവേശമെല്ലാം ആ അവസാനം നടന്നിട്ടുള്ള വഞ്ചിപ്പാട്ട് മത്സര വേദിയിൽ കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. ആ മത്സരത്തിൽ കൂടി A ഗ്രേഡ് ഉറപ്പിച്ചതോടെയാണ് കണ്ണൂർ ജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തിയത്. ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ളതെല്ലാം ഈ VSS ഗുരുകുലം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സ്കൂളിലെ കുട്ടികളാണ്.